എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 9:04 ഇന്ന് അനലൈസിങ് നേരത്തെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ്. 18/7/2025 പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് എൻ്റെത് പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഡേറ്റൊക്കെ എടുത്തെടുത്ത് പറയണം, കാരണം ഇപ്പോഴത്തെ ഡെയിലി വീഡിയോസിൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റ് സെക്ഷനും പിന്നെ നാളത്തെ വ്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് നേരത്തെ അനലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് എന്താണ് കണ്ടീഷൻ, നല്ല ഫ്ലക്ച്വേഷൻ മൂവ് വല്ലതും കിട്ടുമോ? അപ്പോൾ സ്റ്റിൽ 30 മിനിറ്റിൻ്റെ RSI നോക്കുമ്പോൾ ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റ്സിൻ്റെ 30 മിനിറ്റ്, 15 മിനിറ്റ്സ്, 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഒറ്റ സ്ക്രീനിലാണ് 3 ചാർട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുന്നത്, മാർക്കറ്റിൻ്റെ ബ്രേക്കൗട്ടൊക്കെ അറിയാനായിട്ട് ഇങ്ങനത്തെ ഒരു ചാർട്ട് വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. ഇപ്പോൾ പ്രീ മാർക്കറ്റിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കുക. കാരണം ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡിങ് ചെയ്യലും നടക്കുകയില്ല. അതിൽ അപ്ലോഡ് എഡിറ്റ് ചെയ്യാൻ വേണം 20 മിനിറ്റ്, അപ്ലോഡ് ചെയ്യാൻ അരമണിക്കൂർ വേണം. പണ്ടത്തെ പോലെ യൂട്യൂബ് നേരത്തെ 5 മിനിറ്റ് കൊണ്ടൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് പോസിബിൾ അല്ല. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അവർ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മോർണിംഗ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൽ ലിങ്ക് ഉണ്ട്, നേരിട്ട് വിളിച്ചിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ 25,170 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30 മിനിറ്റിൽ RSI ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 1 അവറിലും RSI ഡൗൺ സൈഡിലേക്കാണ്. 1 അവറിലും 30 മിനിറ്റിലും ഡൗൺ സൈഡാണ്. 2 അവറിൽ RSI ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കാറ്റ് വീശിയിരിക്കുന്നത് ഡൗണിലേക്കാണ്. അത് ഏത് രീതിയിൽ ഇന്ന് വർക്കൗട്ട് ആകും എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാർട്ട് ഞാൻ എടുത്ത് വെച്ചത്. കാരണം ഇവിടെ ഒരു ബേസ് ഉണ്ട്, ഇവിടെ ഒരു ബേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബേസിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഹൈ വോളിയത്തിൽ മാർക്കറ്റ് 25,117 15 മിനിറ്റ്സിനെ ബേസ് ചെയ്തിട്ട്, 25,122 30 മിനിറ്റിനെ ബേസ് ചെയ്തിട്ട്, 15 മിനിറ്റ്സിൻ്റെത് കിട്ടാൻ 25,117 5 മിനിറ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ 5 മിനിറ്റിൽ മാത്രമാണ് RSI ഒന്ന് മേളിലോട്ട് കയറി നിൽക്കുന്നത്. അപ്പോൾ അത് 50%-ന്നോ മേളിൽ നിന്നോ ക്രോസ് ഓവർ ചെയ്ത് വരാനായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മേളിലോട്ടാണെങ്കിൽ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഇല്ല, കണ്ടിന്യൂസ് ഫാൾ ആണെങ്കിൽ ഈ RSI പൊങ്ങി നിൽക്കണതൊക്കെ പൊക്കത്തോട്ട് ക്രോസ് ഓവർ ആയിട്ട് നിൽക്കണ ഏത് നിമിഷവും ക്രോസ് ഓവർ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ 25,117 വരെയുള്ള മൂവ്മെൻറ്റ് ഒരു ലോങ് ഹോൾഡിങ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിൽക്കുന്ന ലെവലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകുന്നതാണ്. 25,170 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മൂവ്മെൻറ്റ് 25,162 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 25,117 ഫാൾ ആവണം. അപ്പോൾ 15 മിനിറ്റ്സിൽ RSI ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. 25,170 വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് തീരുമാനിക്കും അടുത്ത ഡയറക്ഷൻ ഏത് ഭാഗത്തേക്കാണെന്നുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് തീരുമാനിക്കുന്നത്.
അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻസ് നല്ലപോലെ ഉണ്ടാവും. ചിലപ്പോൾ സി എടുത്ത് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ പിയിലേക്കാണ് മൂവ്മെൻ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ പി എടുത്ത് വെച്ച് കഴിയുമ്പോൾ സിയിലേക്ക് ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്യും. അതായത് പിയിലെടുത്ത് വെച്ചിരിക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിയിലേക്ക് മൂവ്മെൻറ്റ് വരുമ്പോൾ സിയിലെടുത്ത് പ്രീവിയസ് ആയിട്ട് പിയിലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കാണുമ്പോൾ സിയിലെ ആളുകൾ എടുത്തു വെക്കും. അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് അടുത്ത ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ രാവിലെ ഹൈ വോൾട്ടാലിറ്റി ഫ്ലക്ച്വേഷൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടാണ് എൻ്റെ പരിപാടി. ഇന്നൊരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഞാൻ വെക്കുന്നില്ല, ലോങ് ഹോൾഡിംഗ് ആണ് നോക്കുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ വാല്യൂ അത്യാവശ്യം കുറവുള്ളത് ഒരു സിയും പിയും എടുത്തിട്ട് വൈകുന്നേരം വരെ അവിടെ അങ്ങ് ഇട്ടേക്കുക. ഒരു സിയും പിയും എടുത്തിട്ട് വൈകുന്നേരം വരെ ഇട്ടേക്കുക. അത് പേടിയുള്ള ആളുകൾക്ക്, ഫ്ലക്ച്വേഷൻ ടൈമിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുമെന്നുള്ള പേടിയുള്ള ആളുകൾക്കാണ് ആ ഒരു മെത്തേഡ് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രൈക്കിലേക്ക്, അതായത് ഫ്യൂച്ചറിൻ്റെ 50 മിനിറ്റ്സിൻ്റെ നോർമലായിട്ട് വരക്കുന്ന ചാർട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ 25,190-നും 25,160-നും ഇടക്കാണ് ഞാനൊരു ബോക്സ് വരച്ചിരിക്കുന്നത്. ഈ ബോക്സിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരേ ഒരു ലക്ഷ്യം 25,115. പിന്നെ അതിന് താഴത്തോട്ട് 25,090 ഉണ്ട്. അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 25,064 വരെ ലെവലുകൾ കിടപ്പുണ്ട്. 25,064 ഒക്കെ ബഫർ സോൺ ഏരിയ ആണ്, ഒന്നും കറക്റ്റ് ടിപ്പല്ല, അപ്രോക്സിമേറ്റ് ലെവലാണല്ല. 25,115, 13 അത് അങ്ങ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബേസിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. 25,088, 25,065. ഇനി 25,190 മുകളിലോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 25, 225, 235, 250, 25, 300 എന്നുള്ള ലെവലൊക്കെയാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഹൈ വോളിയം വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഹൈ വോളിയം ക്യാൻഡിലേക്ക് ചാടി കയറി ഇരിക്കാനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ലോസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ലോങ് ഹോൾഡിംഗ് ആണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ RSI താഴത്താണ് നിൽക്കുന്നത്. അത് റിക്കർവ് ചെയ്ത് വന്നാലും, അതായത് RSI 15 മിനിറ്റ്സിൻ്റെ ഒന്ന് റീകർവായി വന്നു എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഈ RSI 50 ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് മേളിലോട്ട് പോകുന്ന അത്രയും സമയം 5-10 ക്യാൻഡിൽ ഈ ഒരു ഭാഗത്ത് തന്നെ നിന്ന് ഇങ്ങനെ സ്റ്റേ ചെയ്ത് RSI മേളിൽ പോയിട്ട് തിരിച്ച് താഴത്തോട്ട് വരുന്ന സമയത്ത് ഡൗൺ ആയാലും മാർക്കറ്റ് ഡൗണിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിലെ പ്ലാനുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത്. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ്. മാർക്കറ്റ് 6 പോയിൻ്റാണ് മൈനസായിട്ട് നിൽക്കുന്നത്. 2 പോയിൻ്റ് ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ്. നേരത്തെ അതായതുകൊണ്ടാണ് അനലൈസിങ് നേരത്തെ തുടങ്ങിയത്. ഈ ആഴ്ച കംപ്ലീറ്റ് ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റ്. നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. ലോങ് ഹോൾഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രൈക്ക് ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഡെൽറ്റ വാല്യൂ കുറഞ്ഞ സ്ട്രൈക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 25,100-ൻ്റെ സിയും 25,200 PE ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 159-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് 157-ൻ്റെ താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂഷൻ താഴത്തോട്ട് പോയാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 168, 70-ൻ്റെ മുകളിലോട്ടുള്ളൊരു മൂവ് വന്നാൽ 75-ലേക്കുള്ള സ്കാൽപ്പിങ്, അത് 75-ന് മുകളിൽ സ്റ്റേ ചെയ്താൽ 83, 97, 210, 221, 236 പിയിൽ 25,200-ൻ്റെ PE ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് 162 കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഫ്ലക്ച്വേഷൻ വരും. അതിനുശേഷം ഒരു ഹൈ വോളിയം മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 170 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 75 to 80 സ്കാൽപ്പിംഗ് പോയിന്റ്, 80-ക്ക് മുകളിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ 87, 205, 238, 254, 266 ഒക്കെയാണ് എൻ്റെ പിയുടെ ടാർഗറ്റ് പോയിന്റുകൾ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രീ മാർക്കറ്റുകളൊക്കെയുള്ള കാൽക്കുലേഷൻ. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം, ക്ഷമയോടുകൂടി കാത്തിരിക്കാം. ഇനി 5 മിനിറ്റിൻ്റെ മാറ്റി ഇപ്പോൾ എന്തുകൊണ്ട് 15 മിനിറ്റ്സ് ഇടുന്നു എന്ന് വെച്ചാൽ ഫ്ലക്ച്വേഷൻ നോയ്സസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാൻഡിൽസിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ, റെഡ് ഗ്രീൻ ഒരു മിക്സിങ് 5 മിനിറ്റിലും 2 മിനിറ്റിലൊക്കെ കുറച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ്സിൽ ഇനി കുറച്ച് നാളത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ തുടങ്ങിയത് 2 മിനിറ്റാണ്.
പിന്നെ അത് ഞാൻ 15 മിനിറ്റ്സിൽ 5 മിനിറ്റിലേക്കാക്കി, 1 മിനിറ്റ് 2 മിനിറ്റാക്കി 5 മിനിറ്റാക്കി, ഇപ്പം 15 മിനിറ്റിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് സ്വസ്ഥമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിവേ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 9:14.42 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. പക്ക ന്യൂട്രൽ ഓപ്പൺ. RSI സ്റ്റിൽ പിയിലേക്കാണ് നിൽക്കുന്നത്. പക്ഷേ സിയിൽ ഒരു വലിവ് വരുമെന്ന് നോക്കട്ടെ. വലിവ് 157 മുകളിലോട്ട് വന്നാൽ, അല്ലാന്നുണ്ടെങ്കിൽ 170 തൊട്ട് 75 വരെ പിയുടെ സ്കാൽപ്പിങ്. 162ൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 170 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 175, 180, 187 ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. 165 ആയിട്ടുണ്ട്, 166 ആയിട്ടുണ്ട്, 167, 168 വരെ പോയിട്ടുള്ളൂ. ഈ ക്യാൻഡിൽ വീക്കാണ്, പിയുടെ ക്യാൻഡിൽ വീക്കാണ്. അത് 250 താഴത്തോട്ട് തിരിച്ചു വലിഞ്ഞു കഴിഞ്ഞാൽ, അത് ഈവൻ റെഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് 127 വരും. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ 157 മുകളിലോട്ട് പോയാൽ മാത്രമാണ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും. ഫസ്റ്റ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇത് തിരിച്ച് താഴത്തോട്ട് വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ 5 ദിവസം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് വന്നില്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് തിരിച്ചു വരണമെന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. 250 താഴത്തോട്ട് വന്നാൽ മാത്രം ഉറപ്പിച്ചത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം 170, 172, 173, 173.25, 175 ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനർത്ഥം അവിടെ മിച്ചമിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക് ചെയ്താൽ പിന്നെ 180, 87 പോകേണ്ടി വരും. 172 ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു മാർക്കറ്റ്. 173, 175 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 170 മുതൽ 175 വരെ ഉള്ള 5 പോയിന്റ് ഒരു 4 ലോട്ടിലെടുത്താൽ 20 പോയിന്റായി. 180 മാർക്കറ്റ് എക്സ്പാൻഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു തവണ കൂടെ 175, 176 ബ്രേക്ക് ചെയ്താൽ 180 ഒരു 4 പോയിന്റ് കൂടെ കിട്ടും. ഇങ്ങനെയും ട്രേഡ് ചെയ്യാം. ഒരു പ്ലാൻ തയ്യാറെടുത്ത് വെച്ചു. ഈ ക്യാൻഡിൽ വീക്കാണ്, ബട്ട് അത് 150 താഴത്തോട്ട് വരണം. അതേപോലെ സിയിൽ 157 മേളിലോട്ട് പോയാലാണ് അത് റിവേഴ്സ് ആയി എന്നുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അത് വീക്ക് ക്യാൻഡിലാണെന്നും പറഞ്ഞ് ചാടിക്കേറിയിരിക്കാൻ പറ്റില്ല. കാരണം RSI 15 മിനിറ്റ്സിൽ പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കണേ. അപ്പം ചാടിക്കേറി റിവേഴ്സ് ആവുമെന്നും പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. അതൊരു പർട്ടിക്കുലർ ഏരിയ കവറപ്പ് ചെയ്ത് താഴത്തോട്ട് വരണം. എപ്പോൾ വരണം? 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന് 151ൻ്റെ മുകളിൽ സി ക്ലോസ് ചെയ്ത് 157 കവറപ്പ് ചെയ്താൽ മാത്രമാണ് 162 കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീക്കാവുമ്പോൾ അവിടെ ഒരു പ്ലാൻ ബി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പ്ലാൻ ബി തയ്യാറാക്കി വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ ക്യാൻഡിൽ ഇപ്പം തന്നെ തിരിച്ച് താഴത്തോട്ട് വീക്ക് ആയതുകൊണ്ട് തിരിച്ചു വരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അത് ആ പർട്ടിക്കുലർ ഒരു സോൺ കവറപ്പ് ചെയ്യണം. അപ്പോൾ ഫ്യൂച്ചറിൽ മാർക്കറ്റ് 25,143 നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ 25,122 ആ ഒരു ഫ്യൂച്ചർ എത്തുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ. അത് ഒറ്റയടിക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 25,122 ഫ്യൂച്ചർ എത്തുമ്പോൾ പി എവിടെയാണ് നിൽക്കുന്നതിനാണ് ആദ്യത്തെ പ്രാധാന്യം. ഇനി അതുകൊണ്ട് അതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. 180 എക്സ്പാൻഷൻ ചെയ്ത് മാർക്കറ്റ് നിൽപ്പുണ്ട് പി. അത് ഈ ക്യാൻഡിൽ പോകണമെന്നില്ല. ഹൈ വോളിയം കയറി ഈ ക്യാൻഡിൽ തന്നെ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ക്യാൻഡിലായിരിക്കും പോലെ. ഞാനൊരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ 25,122 മാർക്കറ്റ് വരുമ്പോൾ ഒരു ലോങ് ഹോൾഡിംഗ് ആണ് പിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ സ്ട്രൈക്ക് എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ.
25,136 ആയിട്ടുണ്ട്. 25,122 പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി ക്യാൻഡിലൊന്ന് സെറ്റിൽ ചെയ്യണം. 9:25 ഇനിയുള്ള 5 മിനിറ്റ് ക്യാൻഡിലൊന്ന് സെറ്റിൽ ആവാനായിട്ടുള്ള ടൈമാണ്. ഒന്നെങ്കിൽ 180 ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിൽ അടുത്ത 5 മിനിറ്റിനുള്ളിൽ 180 ബ്രേക്ക് ചെയ്ത് 187 പോയി നിൽക്കണം. ഇല്ലെങ്കിൽ അടുത്ത ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ മൂവ് ആവുമോ നോക്കണം. പോവുകയാണെങ്കിൽ ഈ 5 മിനിറ്റിനുള്ളിൽ പോകണം. ഓക്കെ, 180 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ 25,122 ടച്ച് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 25,128 മാർക്കറ്റ് നിൽക്കുന്നത്. 30 മിനിറ്റിൻ്റെ വെച്ചിട്ട് 122 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം 81 നിൽക്കുന്നത്. ഇനി 15 മിനിറ്റ്സിൻ്റെയിൽ 25,117 5 മിനിറ്റിൻ്റെയിലും 25,117 30 മിനിറ്റിൽ മാത്രമാണ് 25,122. അപ്പം കണക്കും പ്രകാരം നോക്കുവാണെങ്കിൽ 15 മിനിറ്റ്സും 5 മിനിറ്റും 17 ടച്ച് ചെയ്യണമെങ്കിൽ 122 കഴിഞ്ഞ് താഴത്തോട്ട് 5 പോയിന്റ് ഡൗൺ ആവേണ്ടതുണ്ട്. അപ്പോൾ ആ കണക്ക് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ 187 പോയിട്ട് സ്ട്രൈക്ക് നിൽക്കണമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എനിവേ വെയിറ്റ് ചെയ്യാം. 25,117 അടുത്ത കൺസോൾട്ടേഷൻ സോണ്. അപ്പോൾ ഫ്യൂച്ചർ 25,117 നിൽക്കുമ്പോൾ സ്ട്രൈക്ക് 187 നിൽക്കുമായിരിക്കും, നോക്കാം. അപ്പോൾ ഫ്യൂച്ചറിൽ 122 120 വരെ പോയിട്ടുള്ളൂ. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. ഇതാണ് കണക്ക്, കണ്ടോ? ഞാൻ പറഞ്ഞത് 25,170 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഹൈ വോളിയമാണ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹൈ വോളിയം ആണെങ്കിൽ കൂട്ടത്തിൽ കയറിയിരിക്കുക. അതെ, കറക്റ്റ് 122 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 15 മിനിറ്റ്സിൽ 117 ടച്ച് ചെയ്തില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. 5 മിനിറ്റിലും ചെക്ക് ആയില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. മരച്ചു വെച്ച ചാർട്ട് റെക്ടാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അതിൽ 25,112 നിൽക്കുന്നത് ഈ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ. അപ്പം അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുണ്ട്. അത് ചിലപ്പോൾ നെക്സ്റ്റ് 15 മിനിറ്റ്സിൽ. ഇത് വളരെ കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ലെവൽസ് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ കൺസോൾട്ടേഷനാണ്. ഞാൻ ഇന്നലെ എം പാറ്റേൺ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ ഇന്നലെ വന്നില്ല. ആ എം പാറ്റേൺ ഇടയ്ക്കൊരു സൈഡ് കയറി വന്നിട്ട് ഇന്നാണ് എം പാറ്റേൺ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ കൺസോൾട്ടേഷനാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ 25,112 എത്തുമ്പോഴത്തേക്കും അവിടെയും വീണ്ടും കൺസോൾട്ടേഷൻ ആവാം. പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 25,088 25,065 വരും. ഇനി വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. 85 ലെവല് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 177 എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ്. ഇനി അവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ടൊക്കെ ഒരു വിക്ക് 185 അടിക്കുമെന്ന് നോക്കാം. ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഈ കൺസോൾട്ടേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്യും. അതിനുശേഷം നിലവിലുള്ള 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വീക്കാണ്. ആ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിൽ, അത് റെഡൊന്നും അല്ല. അത് ഈ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു റെഡായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. വളരെ കൃത്യമായിട്ടാണ്. ഇവിടെ ഒന്നും എന്താ പറയണ്ടേ, ഒന്നും ഒളിയും പറയും ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. 25,122 കറക്റ്റായിട്ട് ടച്ച് ചെയ്തു. 25,122 താഴെ അടുത്ത ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് 25,122 കൺസോൾട്ടേഷനാണ്. അപ്പോൾ സ്റ്റിൽ എല്ലാ സൈഡും പിയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എഗെയിൻ 184.55 187 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 189 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. എന്ത് റീച്ച് ചെയ്തേ? 15 മിനിറ്റ്സിൽ 30 മിനിറ്റിൽ 25,122, 15 മിനിറ്റ്സിൽ 25,117, 5 മിനിറ്റിൽ 25,117 ടച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീണ്ടും എഗെയിൻ പിയിലേക്ക് മൂവ്മെൻറ്റ് വന്നതിൻ്റെ റീസൺ. അപ്പോൾ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് എവിടെ കയറണം
എവിടെ അലർട്ട് ആവണം, എവിടെ ഇറങ്ങണം എന്നുള്ളത് ഇതിലും നല്ല കൃത്യതയോടുകൂടി കാണിച്ചു തരാനായിട്ട് എൻ്റെ അടുത്ത് വേറെ ടൂളൊന്നുമില്ല. എന്നിട്ട് ഇനിയും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. ഇനിയും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ തെറ്റാണോ? സമയം 9:43 ആയിട്ടുണ്ട്. 18/7/2025 ലൈവ് മാർക്കറ്റിലെ വ്യൂ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മാർക്കറ്റ് തീർന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ പോയി ഇവിടെ പോയി എന്നല്ല. ലൈവ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? എൻ്റെ കൂടെ ലൈവിലിരിക്കാം. പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. ലൈവ് മാർക്കറ്റിലെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കാണിച്ചു തരാനായിട്ട് ഞാൻ തയ്യാറാണ്. അത് ഒരു മാസമെങ്കിലും കൂടി ഇരിക്കണം. അല്ലാതെ ഒരു ദിവസമോ 2 ദിവസമോ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം തെറ്റുകൾ ആർക്കും പറ്റാം, എനിക്കും പറ്റാം. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 21 ഡേയ്സ് എങ്കിലും കൂടി ഇരുന്നാൽ മാത്രമാണ് ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് 187 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലോങ് ഹോൾഡിംഗ് ആണ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഹൈ വോളിയം എങ്ങാനും ജനറേറ്റ് ചെയ്ത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇനി 210 237 ഫൈനൽ ടാർഗറ്റ് 250 ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് 254 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ 30 മിനിറ്റ് 1 അവർ 4 അവർ എല്ലാം പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മാസത്തിൽ 4 തവണയാണ് ഇങ്ങനത്തെ പ്രതിഭാസങ്ങളൊക്കെ വരത്തുള്ളൂ. ആ വന്നു കഴിഞ്ഞാൽ അതിൽ മിനിമം 100 പോയിന്റെങ്കിലും കിട്ടേണ്ടതാണ്. അപ്പോൾ അതാണ് സ്ട്രൈക്ക് ചെറുതെടുത്തുകൊണ്ട് ഇന്ന് ലോങ് ഹോൾഡിംഗ് ആണ് എൻ്റെ ഉദ്ദേശം എന്ന് രാവിലെ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഈ ക്യാൻഡിൽ വീക്കാണെന്നും പറഞ്ഞുകൊണ്ട് ചാടി കയറി അതിനകത്ത് ഇരിക്കുകയല്ല ചെയ്തത്. സാഹചര്യങ്ങൾ അതിനനുസരിച്ചിട്ട് വന്നാൽ മാത്രമാണ് അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് വന്നില്ലെങ്കിൽ, ഇന്ന് 10:30-ക്കുള്ളിൽ ആ ഭാഗത്തേക്ക് തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് വരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ സ്ട്രൈക്കും മാറിപ്പോവാം. അപ്പോൾ 195 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്, 196 എത്തിയിട്ടുണ്ട്. RSIയിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് താഴത്തോട്ട് വരുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ കൂട്ടത്തിൽ തിരിച്ചു താഴത്തോട്ട് വരണം, അല്ലെങ്കിൽ RSI താഴത്തോട്ട് എത്തുന്ന സമയത്ത് മാർക്കറ്റിൽ ഹൈ വോളിയം ആയിരിക്കും മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഏകദേശം നല്ല ലോവിൽ നിന്ന് തന്നെയാണ് എൻട്രി എടുത്തത്. 170 നിന്നാണ് എടുത്തത്. 70 നിന്ന് 91, കറക്റ്റ് 21 പോയിന്റ് ആയിട്ടുണ്ട്. 3 ലോട്ടാണോ 2 എണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അവിടെ ഇട്ടേക്കുക. 2 ലോട്ടാണോ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം 170-ൽ 171-ൽ ബ്രോക്കറേജ് കാശ് കിട്ടണം. 171-ൽ ഇട്ടിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ ഈ RSI തിരിച്ച് ക്രോസ് ഓവർ ആയ റെഡിലേക്ക് മുട്ടുമ്പോൾ ഇറങ്ങുക, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റ് വന്ന് അടിക്കട്ടെ എന്ന് വിചാരിക്കുക. എനിവേ കാത്തിരിക്കുക. അടുത്ത 30 മിനിറ്റ്, അതായത് 9:15 9:45 9:45 10:15 10:15 10:45 ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചെയ്താൽ താഴത്തോട്ട് പോരും. RSI ഇതുവരെ ക്രോസ് ഓവർ വന്നിട്ടില്ല. 15 മിനിറ്റ്സിലും താഴത്താണ്, 5 മിനിറ്റിലും താഴത്താണ്. ഇങ്ങനെയാണ് ഒരു ലോങ് ഡ്രൈവൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നത്. അത് എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. പഠിക്കുന്ന ആളുകൾ അതേപോലെ ഇത് ക്ലോസ്ലി വാച്ച് ചെയ്താൽ നിങ്ങൾക്കും അറിയാൻ പറ്റും ഹൈ വോളിയം മൂവ്മെൻറ്റ് എന്താണെന്ന്. അതാണ് ഇന്നത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് എല്ലാം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹോൾഡിങ്ങിലേക്ക് വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ സ്ട്രൈക്ക് എടുത്തതിൻ്റെ റീസൺ. ഇവിടം വരെ എത്തിയിട്ട് എനിക്കിന്ന് ഇത് ലോങ് ഞാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ വരുമായിരുന്നുള്ളൂ എന്ന് ഇവിടെ എത്തിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ ലോങ് ഹോൾഡിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. രണ്ടും രണ്ടാണ്. കഴിഞ്ഞിട്ട് പറയുന്നതും എത്തിയിട്ട് പറയുന്നതും എത്തണേന് മുമ്പേ അങ്ങോട്ട് എത്തുമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾക്കും എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടും. ഒരു 1.5 വർഷം കൂടെ കൂടിയാൽ അരിമേടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് കാണുന്നത്, ചെട്ടിയാമ്പലയാണോ? ഈ മറ്റേ എന്താ പറയുക, എട്ടുകാലിയുടെ കൂട് പോലെ കംപ്ലീറ്റ് വള്ളിക്കെട്ടും പുള്ളിക്കുത്തും കാര്യങ്ങളൊക്കെയാണ്, ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ 1 മാസം ഇരിക്കുക,
ഈ വള്ളിക്കുത്തും കോമയും വള്ളിയും മാറാലയും വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ട്രെയിൻ എടുക്കണതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എൻ്റെ കൂടെ കുറച്ച് ദിവസം ലൈവിലിരുന്നു. അതിനുശേഷം അത് പഠിച്ചു. അതിനുശേഷം ഈ അദ്ദേഹം എൻ്റെ സ്ഥിരമായിട്ട് ഇത് വെച്ചിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ ആൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അത് വെച്ചിട്ട് പ്രോഫിറ്റ് എടുത്തൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അയച്ച മെസ്സേജ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഡേറ്റ് വന്നിട്ട് 6/8/2024 വേണ്ട 6/8/2024 6/8/2024 ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ 3 മാസമായി നമ്മൾ പരിചയപ്പെട്ടിട്ട് ഷെയർ ട്രേഡിങ്ങിലെ പഠനത്തിന് വേണ്ടി യൂട്യൂബ് തിരയുമ്പോൾ ഏതോ ഒരു നിമിത്തം പോലെ ഒരു ചിലന്തി വല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് വായിച്ചു. ഒരു ഫുട്ബോൾ കമൻറ്റർ പോലെ ട്രേഡിങ്ങിൽ കമൻറ്റ് എന്നല്ലാതെ ഒന്നും മനസ്സിലായില്ല. പിന്നെ അതിൽ ലൈക്ക് നോക്കിയപ്പോൾ വെറും 9. പിന്നീട് ഞാൻ കമൻറ്റ് വായിക്കാറില്ല. ലൈക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രമേ നോക്കാറുള്ളൂ. നാളുകൾ കഴിഞ്ഞിട്ടും 4ഉം 5ഉം ലൈക്കുകൾ മാത്രം ലഭിക്കാറുള്ള താങ്കളോട് എനിക്ക് സഹതാപം തോന്നി. അതോടൊപ്പം താങ്കൾ യൂട്യൂബിലൂടെ പണം വാരാനുള്ള തട്ടിപ്പല്ല നടത്തുന്നതെന്നും മനസ്സിലായി കാണും. പുള്ളിക്ക് എന്നെ കളിയാക്കിയ ആളാണ്. അപ്പോൾ മനേഷിൻ്റെ ശിഷ്യനായി 12 വീഡിയോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അധ്യായത്തിൽ ആദ്യത്തെ വായിച്ചതോടെ മനസ്സും എടുത്തു. താങ്കൾക്ക് ട്രേഡിങ്ങിൽ 1.5 വർഷത്തെ പരിചയമേ ഉള്ളൂ എന്നും വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണെന്നും ഞാനും നിങ്ങളോടൊപ്പം ട്രേഡിങ് പഠിക്കുകയാണെന്നും 1ഉം 2ഉം വട്ടം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ നിർത്തി. ബാക്കി താഴെ 12ഉം വായിച്ചു. ഉറക്കം വരുന്നതല്ലാതെ ഒന്നും മനസ്സിലാവുന്നില്ല. 1-2 ആഴ്ച വിട്ടിരുന്നു. പിന്നീട് ദക്ഷിണയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു ദക്ഷിണയൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ചാർട്ട് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാമെന്ന് കരുതി ചാർട്ട് കിട്ടി. അതിലെന്തോ ഒന്നുള്ളതുപോലെ എനിക്കും തോന്നി. പിന്നീട് ഞാൻ അയച്ചു കൊടുത്ത 12ഉം വായിച്ചപ്പോൾ പഴയതിനേക്കാളും കൂടുതൽ മനസ്സിലായി. ചുരുക്കത്തിൽ 4ാമത്തെ പ്രാവശ്യം റിവിഷൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഉറക്കം വരാതെ, ഒരു കോട്ടുവായ പോലും വരാതെ പരിപൂർണമായി അത് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും കമൻട്രി അല്ല എന്നും ചിലന്തി വലക്കുള്ളിൽ ചിലന്തി ഇരിക്കുന്നത് പോലെ വലവിരിച്ചിരുന്നാൽ എന്തെങ്കിലും കുടുങ്ങുമെന്നും. അങ്ങനെയാണ് ഞാൻ താങ്കളുടെ ലൈവ് ട്രേഡിങ്ങിൽ അംഗമായത്. ഫ്യൂച്ചറും അതിൽ 60, 30, 15, 5, 2 സമയക്രമങ്ങൾ SMA, RSI എന്നിവയുടെ ചലനം മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ ഗതി മനസ്സിലാക്കുവാനും റെസിസ്റ്റൻ്റ്, സപ്പോർട്ട്, കൺസോൾട്ടേഷൻ, എന്തിന് ഫാൾസ് ബ്രേക്കൗട്ട്, സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ചാർട്ടിനെ ഞാൻ സ്നേഹിക്കുവാൻ തുടങ്ങി. ഒരു ചാർട്ട് എന്താണെന്നും എങ്ങനെ അതിനെ സ്നേഹിച്ച് വശീകരിക്കാമെന്നും ഒരു നല്ല എൻട്രി എവിടെ കിട്ടുമെന്നും എവിടെയാണ് ടാർഗറ്റ് എന്നും അതിനൊരു ലോങ് പൊസിഷൻ എടുക്കാമെന്നും എത്തിക്കാമെന്നും ഡിസിപ്ലിൻ ട്രേഡർ എങ്ങനെ ആയിരിക്കുമെന്നും കൃത്യമായി പഠിപ്പിച്ചു വരുന്ന മനേഷ് തൃപ്പൂണിത്തുറയ്ക്ക് കേവലം വാക്കുകളിൽ നന്ദി ഒതുങ്ങുന്നതല്ല. വായ്പാട്ടിലും ആദ്യമൊക്കെ ഒരുപാട് മനസ്സിൽ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നിട്ട് കമൻറ്റർ കേൾക്കുമല്ലോ. പക്ഷെ അത് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ PNL ഒരുപാട് കാണാനായിട്ട് പറ്റും. 1990, 2776, 521, 1136, 300, 562, 811, 1611, 1999, 522, 2500, 1000, 1700, 17, 18, 19 കണ്ടിന്യൂഷൻ ആയിട്ടോ. പലരും ചോദിക്കുന്നുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന്. 666, 2938, 2690, 5000, 24, 25 ഡേറ്റാണ് ഈ പോണത് കേട്ടോ. അടുത്ത മാസത്തെയാണേ. 4500. ഇതിനപ്പുറത്തോട്ട് പോയാൽ 16,000, 17,000 ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. 1302. ഇത് 2ാമത്തെ മാസമാണ് കേട്ടോ. അല്ലേ, 11,804. എന്നെ കളിയാക്കിയ ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം പുള്ളിക്ക് ജോലിയുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ച് പേരുടെ PNL കൂടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രീവിയസ് ആയിട്ട് എൻ്റെ കൂടെയുള്ള ആളുകൾ 1.5 വർഷം മുമ്പായിട്ടുള്ള ആളുകളുടെയൊക്കെ കൂടെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 9:23 ആയിട്ടുള്ളൂ. 26/6/2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 9:00-9:30 മുമ്പ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും.
ഈ ഒരു ചാർട്ട് പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തിയുടെ PNL ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് എൻ്റെ PNL കാണുന്നോ അതല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിച്ച ആളുകളുടെ PNL കാണണോ എന്നുള്ള കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് 18/6/2025 സ്ക്രീനാണ്. ഇത് നേരെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകാം. ഏറ്റവും മുകളിൽ 16/1/2025, 15/1/2025. ഹായ് മനേഷിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. എപ്പോഴാണ് ഫ്രീ ആവുന്നത്? ഫോണിൽ വിളിക്കാനാണ്. താങ്ക്സ്. ശരി, വിളിച്ചോ. 15-ാം തീയതി വിളിച്ചു എൻ്റെ കൂടെ. 16-ാം തീയതി ജോയിൻ ചെയ്തു. ആദ്യം കുറച്ച് നാൾ ലൈവിലിരുന്നു. ശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു. പിന്നെ വ്യൂ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 21 തൊട്ടാണ് പുള്ളി എൻ്റെ കൂടെ കൂടിയത്. അപ്പോൾ പുള്ളിയുടെ ഡേറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാനായിട്ട് പറ്റും. 20, 21. അപ്പോൾ അന്ന് മുതലുള്ള PNL ആണ് ഈ കാണുന്നത് കേട്ടോ. ജനുവരി ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം. പലരും ചോദിക്കുന്നുണ്ട് ഓപ്ഷൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ ഈ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും സംസാരിച്ച് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതിലൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങളെല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മൊത്തത്തിലൊരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരോടും സംസാരിക്കുന്നത് ഒറ്റ വീഡിയോ ആയിട്ടിട്ടാൽ എനിക്ക് അത്രയും ഫ്രീ ആവും. കാരണം സംസാരിച്ച് എൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്ത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് കൺസിസ്റ്റൻ്റായിട്ട് അതിനുള്ള അവസരങ്ങളുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ടാട്ടോ. അതൊക്കെ പച്ച തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം, പച്ച കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഞാൻ എടുത്തത്. ഇപ്പോൾ 5/6/2025 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം വരെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇത് ഒരു വ്യക്തിയുടെയാണ്. ഞാൻ ഇനിയും കാണിച്ചു തരാം. ഓക്കെ, ഇത് അടുത്തൊരു വ്യക്തിയുടെയാണ്. 13/10/2024. ഏകദേശം 2025 ഒരു എനിക്ക് തോന്നുന്നു ഒരു 9 മാസമെങ്കിലും ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് PNL ഒക്കെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ എന്തിനാണ് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കണം. ഇത് ബ്രെയിൻ വാഷിംഗ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ബ്രെയിൻ വാഷിംഗ് ആണെന്ന്. ഇത് ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പഠിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 5-6 മാസം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം എൻ്റെ PNL കാണുക അല്ലെങ്കിൽ എൻ്റെ PNL കണ്ടിട്ട് എൻ്റെ സിസ്റ്റം പഠിച്ചിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ലോസും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാട്ടോ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു സിസ്റ്റം പഠിച്ചിട്ട് ആ സിസ്റ്റം മറ്റുള്ളവർ പഠിച്ചത് കൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ അവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടു. ഇനിയും കാണിക്കാം. ഓക്കെ, ഇതടുത്തത് 2/12/2023 മുതലുള്ളതാണ്. ചെറിയ അതായത് പഠിക്കുന്ന സമയത്ത് ചെറിയ പ്രോഫിറ്റുകൾ എടുത്തു. നിങ്ങളൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ലോസ് വരുന്ന ആളുകൾ ഇപ്പോൾ ആദ്യമേ 20 ലോട്ട് 30 ലോട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ലോസിലേക്കാണ് പോകണം. കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകൾ ചെറിയ പ്രോഫിറ്റൊക്കെ എടുത്ത് വന്നിട്ടാണ് പിന്നെ വലിയ പ്രോഫിറ്റിലേക്ക് പോകുന്നത്. അതാണ് ഡിസിപ്ലിൻ ആൻഡ് മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് ഞാനായിട്ടുള്ള കോൺവെർസേഷനും എനിക്ക് ഡൗട്ടുകളൊക്കെ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അയച്ചു തരുന്നതാണ്. ഇതും 1 വർഷത്തിന് മേലെയുള്ളതാണ്. എനിക്ക് എല്ലാ ദിവസവും ഒരു സന്തോഷത്തിൻ്റെ പേരിൽ PNL ഒക്കെ ഇതൊക്കെ വലിയ ലോസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഹോൾഡിംഗ് ആണ്, വന്നിട്ടില്ലെന്നല്ല, ഇതൊക്കെ ഹോൾഡിംഗ് ആണ്. അതായത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട്. എന്നിട്ട് അടുത്ത ദിവസം പിന്നെ അത് ഓവർകം ചെയ്ത് പ്രോഫിറ്റബിൾ ആയിരിക്കും. അതായിരിക്കും ടുഡേസ് PNL, ഓവറോൾ PNL എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ടുഡേസ് PNL, ഓവറോൾ PNL എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അവസാനം ഇതൊക്കെ കണ്ടോ, അത് ഓരോ ദിവസം കഴിയുന്നവരും പിന്നെ ലോസൊക്കെ കവർ ചെയ്ത് ടാലിയായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരോടും ഒരേ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പൊതുവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരസ്പരം എന്താ പറയണ്ട, ചോദ്യോത്തരങ്ങൾ കുറയും.
നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. കൂടണോ വേണ്ടയോ? ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ലോസ് ഉണ്ട്. പക്ഷെ അതൊക്കെ അടുത്ത ദിവസം ഓവർകം ആയിട്ട് വരും. കണ്ടോ, ഹോൾഡ് ചെയ്തത് അടുത്ത ദിവസം 14,000. ഇപ്പോൾ 24,900 സി ആണ്, 5,500 ലോസ് വന്നിരിക്കുന്നത്. അത് അടുത്ത ദിവസം 14,000 വന്നിട്ടുണ്ട്. പി അപ്പോൾ അത് ഹെഡ്ജ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ഓരോരുത്തരും താല്പര്യമാണല്ലോ എങ്ങനെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് അയച്ചു തന്നതാണ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ. ഇനിയും കാണിച്ചു തരാം. ഇത് അടുത്ത ആളുടെ. ഇനിയിപ്പോൾ ഓടിച്ചോടിച്ച് കാണിക്കാം. കാരണം കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ കാണിക്കാനുള്ള പലരുടെ PNLs ഉണ്ട്. ഒരുപാട് ആളുകളുടെ PNLs ഉണ്ട്. എല്ലാം കൂടെ കാണിക്കൽ ഇനി ബുദ്ധിമുട്ടാണ്. ഒരെണ്ണം കൂടെ കാണിക്കാം. ഇപ്പോൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. കാണിക്കാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് കാണിച്ചിരുന്ന സമയം പോകും, നിങ്ങൾക്ക് ബോറടിയാവും. അപ്പോൾ എന്നെ വിളിച്ചു 7/5/2024. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം 2 മാസമായിട്ടുണ്ട്. എൻ്റെ പേരൊക്കെ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം ട്രേഡൊക്കെ എടുത്തു തുടങ്ങി. ഇതൊക്കെ ചെറിയ ലോസും വലിയ പ്രോഫിറ്റ്. ഇനി കാണുന്നതൊക്കെ അതെ, ഇതൊക്കെ ലോസാണ്. തുടക്ക സമയമാണ്, അടിച്ചു തുടങ്ങുന്ന സമയമാണ്. പ്രോഫിറ്റും ലോസൊക്കെ മാറി മാറി ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുമ്പോട്ട് പോയി. അതിനുശേഷം വേണ്ട ഒക്കെ മിക്സിംഗ് ആണ്. പിന്നെ മുമ്പോട്ടുള്ള യാത്രയിൽ പിന്നെ ഒരുപാട് ഡൗട്ടുകളൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ പച്ച മാത്രമായിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റുകളാവാൻ തുടങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, മനസ്സിലാക്കുന്ന സമയം. ഇതും കൂടെ ഉള്ളൂ. ഇനി നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ പിക്ചറും കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. കാണിക്കാനാണ് ഒരുപാടുണ്ട്. ഒരു 10-35 പേരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടി വരും. അത് നിങ്ങൾക്കും ബോറടിയാവും. ട്രെയിനിലൊക്കെ ഇരുന്നാണ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഞാൻ ട്രെയിനിലാണ്, ട്രെയിനിൽ ഇരുന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആ ലെവലിൽ വരെയൊക്കെ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നുള്ള ആ കാര്യങ്ങളാണ്. പിന്നെ നോക്കിയേ, എല്ലാം പച്ച കത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 900, 2000, 460, 500, 1000, 1000. പിന്നെ ഹോസ്പിറ്റലിൽ ഇരുന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. 4000, 2000, 7000, 900. പിന്നെ എന്തായി 831, 1062, 1132, 912, 2000. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ അതനുസരിച്ചിട്ട് PNL കൂടിക്കൊണ്ടിരിക്കും. ധൈര്യം ഉണ്ടാവണം, കോൺഫിഡൻസ് കിട്ടണം. 5000 ഉണ്ടോ. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാം പച്ചയിലേക്ക് മാറി തുടങ്ങിയില്ലേ. ആദ്യമൊക്കെ മിക്സ് ചെയ്ത് വന്നു. പിന്നെ കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താനായിട്ട് 1 വർഷം വന്നിട്ടുണ്ട്. 3000, 500, 800, 2300, 4700, 5000 ഉണ്ടോ. 2000, 3000 ഈ ലെവലിലേക്ക് കൃത്യമായിട്ട് കയറേണ്ട. ഇതിപ്പോൾ PNL കുറഞ്ഞു പോയെന്ന് വെച്ചാൽ എന്താ, കൺസിസ്റ്റൻ്റ് ആയിട്ട് എവിടെ കയറണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് എവിടെ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് പ്രോഫിറ്റ് കൂടിയും കുറഞ്ഞും വന്ന് കൺസോൾട്ടേഷൻ ആകുമ്പോൾ എങ്ങനെ ചെയ്യണം, നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ എത്ര പോയിൻ്റ് എടുക്കണം, ഈ വക കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിപ്പോൾ 2025 ജനുവരി ആ ലെവലിലേക്കുള്ള അനുബന്ധിച്ചിട്ടാണ്. അത് ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ 3-ാം മാസം. ഇപ്പോൾ 3 മാസമായിട്ട് ആൾ സ്ഥലത്തില്ല, ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡ് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സ്കിൽ ഡെവലപ്പ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാമല്ലോ. ഇതൊക്കെയാണ് മെജോറിറ്റി നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ 210 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് അടുത്ത വോളിയം ജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 237, 254 കഴിഞ്ഞ കുറേ ദിവസം കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് വൈകുന്നേരം വരെ ഇരുന്നാലും 237, 254 മാർക്കറ്റ് തരുവാണെങ്കിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കാരണം ഹോൾഡിംഗ് ആണ്, അതുകൊണ്ട് ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഈ ക്രോസ് ഓവർ വരെ എത്തണം, അതുവരെ ഹോൾഡിംഗ് ആണ്. അപ്പം അദ്ദേഹം ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. താങ്കൾ എടുക്കുന്ന എഫർട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനാദ്യം താങ്കളെ മനസ്സിലാക്കണം. കഴിഞ്ഞ 3 വർഷമായി നിരന്തരം ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ അതിനു വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് താങ്കളെ നിരന്തരം ഫോളോ ചെയ്യുന്ന അപൂർവം ചിലർക്ക് മാത്രമേ അറിയൂ. ആദ്യമൊക്കെ ലൈവിലിരുന്ന ഞാൻ പിന്നീട് താങ്കളുടെ ലൈവ് യൂട്യൂബിൽ വരുമ്പോൾ ഞാനത് ശ്രദ്ധിക്കുമായിരുന്നില്ല. കാരണം ഞാൻ ലൈവിൽ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എന്തിനു സമയം കളയണം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എൻ്റെ ലൈവ് വീഡിയോ നിങ്ങളൊരു 3-4 മാസം കണ്ടിന്യൂസ് കാണാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഇതായിരുന്നു പുള്ളിയുടെ ചിന്താഗതി. ലൈവിൽ നിന്നും പോകുന്നതിന് ശേഷമാണ് താങ്കളുടെ ലൈവ് ഞാൻ രാത്രിയിൽ വായിച്ചു തുടങ്ങിയത്.
ആശ്ചര്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ 1 മാസത്തെ മുഴുവൻ വീഡിയോയും ഞാൻ റിവൈൻഡ് ചെയ്തു. അതിൽ താങ്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓരോ രഹസ്യവും പല തവണകളായി അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തലയിൽ വലിയ മൂള ഇല്ലാത്തവന് പോലും അനുകരിക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 10 വർഷമായി കിട്ടാത്ത പല സ്വർണ്ണമുത്തുകളും താങ്കളുടെ മടിയിൽ നിന്നും എനിക്ക് വീണു. ദൈവാനുഗ്രഹം. ഇനിയും അങ്ങനെയുള്ള മുത്തും ചിപ്പിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇനി താങ്കളുടെ കൂടെ ഇരിക്കുവാൻ ഒരവസരം കിട്ടിയാൽ എനിക്ക് കൂടുതൽ ധൈര്യത്തോടു കൂടി കൂടുതൽ ലോട്ട് എടുക്കുവാൻ സാധിക്കും. ഇതിനെന്നെ പ്രാപ്തനാക്കിയതിന് ഞാൻ ആദ്യം അത്ര വലിയ വില കൊടുക്കാതിരുന്ന താങ്കളുടെ താങ്കളുടെ ആദ്യ വീഡിയോസും ട്രെയിനിങ് വീഡിയോസും ലൈവ് വീഡിയോസുമാണ്. അതുകൊണ്ട് താങ്കളുടെ എല്ലാ ശിഷ്യന്മാരോടും വീഡിയോസ് മനസ്സിരുത്തി ഒരു 5 പ്രാവശ്യമെങ്കിലും ദിവസേന കാണാൻ പറയുക. താങ്കൾ പറയുന്നത് ഗ്രഹിക്കുന്നെങ്കിൽ ശരിയായ ഒരു ബേസിക് മാർക്കറ്റ് പ്രൊഫൈലിൽ വേണം. അത് തികച്ചും ആ വീഡിയോസിലുണ്ട്. താങ്കൾ ചെയ്യുന്ന ജോലിയിൽ താങ്കൾക്ക് 100% വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ താങ്കൾ പതിവായി വലിയ ലൈക്കുകൾ ഇല്ലെങ്കിൽ പോലും മുടക്കം വരാതെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ എടുക്കുന്ന എഫർട്ടിന് നന്ദി. വാക്കുകൾ പോരാതെ വരും, എന്നാലും നന്ദി. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റല്ലേ എന്നെ കളിയാക്കിയിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയുന്നു എന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എല്ലാം ഒന്നും റിവീൽ അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത 237 254 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. RSI ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് 5 മിനിറ്റിൻ്റെ പുറകെ പോകാൻ? 30 മിനിറ്റിലും 1 അവറിലും 4 അവറിലും 15 മിനിറ്റ്സിലും ഒക്കെ RSI ഡൗണിലേക്ക് നിൽക്കുമ്പോൾ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു വഴി പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരാൾക്ക് ഒറ്റക്ക് വഴിവെട്ടി പോകാൻ പറ്റത്തില്ല. കൂടുതൽ ആളുകൾ എങ്ങോട്ടാ പോകുന്നത്? അതിനെ കൂട്ടം തെറ്റി പോകാൻ നോക്കുമ്പോൾ എന്താ പറ്റണേ? അങ്ങനെ പോകാൻ പറ്റില്ല. അത് ആ വഴിക്ക് തന്നെ വീണ്ടും പോകേണ്ടി വരും. അതുകൊണ്ടാണ് 5 മിനിറ്റ് ക്രോസ് ഓവറായിട്ട് റീക്രോസ് ഓവറായി വീണ്ടും താഴത്തോട്ട് വന്നത്. 214 215. അതാണ് ഞാൻ പറഞ്ഞത്. ഹൈ വോളിയം ഒരിക്കലും മാർക്കറ്റിൽ ഇന്ന് ഉണ്ടാവാൻ പോകുന്നത്. ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ വലിയ വലിയ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ 170 തൊട്ട് 213 വരെ 43 പോയിന്റ് റൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 235 മാർക്കറ്റ് 35 ഞാൻ ബഫർ സോൺ ഇട്ടതാണ്. 238 54 പിന്നെ പോയ 66 പോയി മാർക്കറ്റ് നിൽക്കും. 47 50 കവർ ചെയ്ത 54. ഓക്കെ, 254 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 270 ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് 100 പോയിന്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ അലർട്ടിന് ശേഷം ഇനിയുള്ള മൂവ്മെൻറ്റിന് ഹൈ വോളിയം ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ഹൈ വോളിയം കണ്ടുപിടിക്കണമെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 69 70 100 പോയിൻ്റാണ് റൈഡ് ചെയ്തിരിക്കുന്നത്. 76 ആയിട്ടുണ്ട്. ഇനി അത് കവർ ചെയ്താൽ മാത്രമാണ് 287 പോയി മാർക്കറ്റ് അവസാനിക്കത്തുള്ളൂ. RSI ഓൾറെഡി അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ 100 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇനി ഡ്രീം ടാർഗറ്റ് 287 ആണ്. അപ്പോൾ മാർക്കറ്റ് 283 285.35. കാരണം ഇന്നലെ മാർക്കറ്റിൽ പറഞ്ഞ പോലെ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്തു കേട്ടോ. 2 പോയിന്റ് ബഫർ സോൺ. അപ്പം നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് 217 ടാർഗറ്റ് പ്രതീക്ഷിച്ചു. 216 വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും 287 285.35 വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നു. എന്തിയാ 285.35 വന്നിട്ട് തിരിച്ചു പോകുന്നത്? ഞാൻ എന്താണ് 287 വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്യാതിരുന്നത്? നിങ്ങൾക്ക് തന്നെ കാണാം. ഇവിടെ 285 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട്. 285 എന്നുള്ള ഹിഡൻ റെസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് 2 പോയിന്റിന് വേണ്ടിയിട്ട് ഞാൻ ബലം പിടിച്ചില്ല എന്നുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച ആളുകൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ, അതായത് ഞാൻ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനാണ് പ്രസക്തി. ഞാൻ പോകുന്ന അതേ റൂട്ട് മറ്റുള്ളവർ പോകുന്നുണ്ടോ?
അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കി മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ? അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് പ്രോഫിറ്റ് ആക്കിയതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാനിങ്, അതായത് മൈ പ്ലാൻസ് ടുഡേ ഇവിടെ കാണാൻ പറ്റും. 25,200 PE ആയിരുന്നു. ഫസ്റ്റ് സ്കാൽപ്പിംഗ് പോയിന്റ് 175 മുതൽ 180 വരെ. പിന്നെ ഉള്ളത് 85, 205, 235, 253, 265. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എനിക്ക് ഉണ്ടായിരുന്നത് 150 ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതിൽ 205 റീച്ച് ചെയ്തു, 220, 235, 10, 16, 10, 13, 10, 8, 10, 17, 226 റീച്ച് ചെയ്തപ്പോൾ 10, 19, 100 പോയിന്റ് റൈഡ് ചെയ്തു. വെയിറ്റിംഗ് ഫോർ 287. അതിൽ 285 വരെ പോയിട്ടുള്ളൂ. അതിൻ്റെ റീസൺസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന രീതി, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന രീതി സ്വയം മനസ്സിലാക്കി എടുത്തവരുണ്ട്, അല്ലെങ്കിൽ വ്യൂവിലേക്ക് ലൈവിലിരുന്ന് മനസ്സിലാക്കി എടുത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും, വളരെ കുറച്ച് പേര് കേട്ടോ, എല്ലാവരും ഒന്നും PNL ഒന്നും അയച്ചു തരില്ല. പക്ഷേ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം കുറച്ച് പേര് PNL അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറുതും വലുതുമായിട്ടുള്ള PNL ഉണ്ട്. അതായത് 10,938 ഒരുവിധം ധൈര്യമുള്ള ഒരു വ്യക്തിയുടെ PNL ആണ്. അദ്ദേഹം 10 ആയപ്പോഴത്തേക്കും ഇറങ്ങി, ലോട്ട് കുറവായിരിക്കും. പിന്നെ 4,027, ചിലപ്പോൾ 2 ലോട്ടൊക്കെ ആയിരിക്കും എടുത്തേക്കണം. എത്ര ലോട്ടാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ 5,238 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 200, 300 കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് 10,000 ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ പോസിബിലിറ്റീസ് ആണെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. 10,161 എടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ വ്യൂ പ്രകാരമുള്ള 101 പവർ റൈഡിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എക്സ്പെഷ്യലി നിങ്ങൾക്കിത് ഇതാണ് കൂട്ടത്തിലുണ്ടായിരുന്ന. പിന്നെ 750 ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 697 ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് എടുത്തിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ സ്ക്രീൻഷോട്ടാണ്. 50,137 7 ലോട്ടിൽ 100 ഈ ഭാഗത്തു നിന്ന് 171 എടുത്തിട്ട് 274, 275 വരെ കോൺസെൻട്രേഷൻ ചെയ്തത്. 50,131 7 ലോട്ടിൽ വരെ എടുത്ത ആളുകളുണ്ട്. ഇതാണ് ഇന്നത്തെ ടോപ്പ്. അത് അത്ര ക്ലിയർ ആയിട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും വലിയ PNL ഒക്കെ അവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഈ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ, സ്പെഷ്യലി ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്ന ആളുകൾ, ഇവിടെ 3 ലിങ്ക് ഉണ്ട്. എൻ്റെ സ്റ്റഡി റൂമിൻ്റെ ലിങ്ക് ഉണ്ട്, ലൈവിൻ്റെ ലിങ്ക് ഉണ്ട്, ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ഇവിടെ MKVS ഗ്രൂപ്പിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു 31 മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൊന്ന് ജോയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എനിക്ക് സംസാരിക്കാനായിട്ട് ഓഫീസോ അല്ലെങ്കിൽ കാര്യങ്ങളോ, എനിക്ക് അസിസ്റ്റൻസോ അല്ലെങ്കിൽ തൊഴിലാളികളോ അങ്ങനെയുള്ള ആരും ഓഫീസ് അസിസ്റ്റൻസോ ഒന്നുമില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ തന്നെ സംസാരിക്കണം. അപ്പം എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് അറിയാനുള്ളതും കോമൺ ആയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ഫോർമാറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് പഠിക്കണോ കൂടെ കൂടണോ എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിവേ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം വിളിക്കുക. ഏതൊരാൾക്കും ട്രേഡർ ആവാൻ പറ്റും. പക്ഷെ അത് നിങ്ങളിലേക്ക് കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 5-6 മാസം പഠിച്ചാൽ മാത്രം. ഇന്ന് പഠിച്ചിട്ട് നാളെ ചെയ്യുന്ന പരിപാടി അല്ല ട്രേഡിങ്. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എൻ്റെ സമയവും നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനും തയ്യാറാണ്. ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന ആളുകൾ താല്പര്യമുള്ളവർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യാം. കോളോ ടിപ്പോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. കോളും ടിപ്പൊന്നും എടുത്തിട്ട് കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയുന്ന പരിപാടി നടപടിയുള്ള കേസല്ല. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചെടുക്കുന്നതിൻ്റെ അപ്പുറമൊന്നും ഒന്നും വരില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത്, ബിഗിനേഴ്സ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ട്രേഡിംഗ് ഒന്നും പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് അവൈലബിളാണ്. ട്രേഡിംഗ് ബേസിക് ടു അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഞാനും കോഴ്സൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനായിട്ട് അറിയില്ല. ഇപ്പം എന്നെ സമീപിക്കുന്ന മെജോറിറ്റി ആളുകളും പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഞാൻ കസ്റ്റമൈസ് ചെയ്ത്
എനിക്ക് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ടിൻ്റെ റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. ആ ലെവൽസൊക്കെ എങ്ങനെ വരും, എങ്ങനെ നമ്മളൊരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യാനെന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ചാർട്ട് റീഡിങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ട്രേഡിങ് ഇഷ്ടംപോലെ പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പഠിച്ചവരുണ്ട്, ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടൊക്കെ ബേസിക്കൊക്കെ പഠിക്കാം. അതേപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് ഓപ്ഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ടുള്ള ആളുകൾ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്നതാണ്. ബാക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.